latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എന്നീ രണ്ട് തരം എനർജികളുണ്ട്. വീട്ടിലെ നെഗറ്റീവ് എനർജി കളയാനും പോസിറ്റീവ് എനർജിയെ ആവാഹിക്കാനും ഐശ്വര്യം നേടാനുമെല്ലാം പലതരത്തിലുള്ള വഴികൾ ഉപയോഗിക്കുന്നവരാണ് നാം എല്ലാവരും. ചില ചിട്ടവട്ടങ്ങളും പൂജകളും വിശ്വാസങ്ങളും എല്ലാം ഇതിൽപ്പെടും. വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജം ഒഴിവാക്കാനുള്ള ഒരു പ്രധാന വഴിയാണ് ഉപ്പ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഉപ്പ് കൊണ്ട് പലതരത്തിൽ വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജം ഒഴിവാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഉപ്പ് വെള്ളത്തിൽ കലർത്തുക. നിലം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ക്ലീനിംഗ് ലിക്വിഡിനൊപ്പം കലർത്തി തുടയ്ക്കുക. വീടിന്റെ മുക്കിലും മൂലയിലും തങ്ങി നിൽക്കുന്ന നെഗറ്റീവ് ഊർജ്ജം ഇതുവഴി ഒഴിവാകും എന്നാണ് കേൾക്കുന്നത്. ഞായറാഴ്ചകളിൽ ഇത് ചെയ്യരുത് എന്നും കേൾക്കുന്നുണ്ട്. ഇനി അടുത്ത വഴി എന്താണെന്ന് നോക്കാം. ഒരു ഗ്ലാസ് ജാറിൽ വെള്ളമെടുത്ത് ഇതിൽ ഒരു നുള്ള ഉപ്പിട്ട് വീടിന്റെ തെക്ക് പടിഞ്ഞാറ് വശത്ത് വെക്കുക. വെള്ളവും ഉപ്പും തീരുന്നതിനനുസരിച്ച് വീണ്ടും നിറച്ചു വെക്കണം. ഈ ജാറിന് ചുറ്റും ചുവന്ന പ്രകാശമുണ്ടെങ്കിൽ അത് നല്ലതാണ്. അടുത്തതായി ഒരു ബൗളിൽ അല്പം ഉപ്പെടുത്ത് ബാത്റൂമിൽ നനയാത്ത മൂലയിൽ വെക്കുക. ഇത് ദാരിദ്ര്യത്തെ പടികടത്താൻ സഹായിക്കുമെന്നാണ് മുതിർന്നവർ പറയുന്നത്. ഒരു ചുവന്ന തുണിയിൽ ഉപ്പ് പൊതിഞ്ഞ് വീടിന്റെ പ്രധാന വാതിലിന് മുകളിലായി കെട്ടിത്തൂക്കുക. ഇത് നെഗറ്റീവ് ഊർജ്ജം നശിപ്പിക്കാൻ സഹായിക്കും. വീട്ടിലേക്ക് ഐശ്വര്യം ക്ഷണിച്ചു വരുത്താനും ഇത് സഹായിക്കും. വീട്ടിലെ ഡൈനിങ് ടേബിളിൽ ഉപ്പ് സൂക്ഷിക്കുന്നത് ഒരിക്കലും പണക്കുറവുണ്ടാക്കില്ല, അഭിവൃദ്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യും. കുളിക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പിട്ട് കുളിക്കുന്നത് ശരീരത്തിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കേൾക്കുന്നത്. ഇതെല്ലാം വെറും കേട്ടുകേൾവികളും ഐതിഹ്യങ്ങളും മാത്രമാണ്. താല്പര്യമുള്ളവർക്ക് പരീക്ഷിച്ചു നോക്കാം. വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. For latest news, like, share and subscribe to One India Malayalam.